ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മുമ്പ് ഒരു ഹലാൽ സ്വർണ്ണക്കട സമൂഹ മാധ്യമത്തിൽ ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു. ആ ജ്വല്ലറിക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ഒന്ന്, എല്ലാം പച്ചമയമാണ്. ഒന്നാമത്തെ പ്രത്യേകത അതാണ്. രണ്ടാമതായിട്ട് പ്യുവർ ഹലാൽ സ്വർണമാണത്. പ്യുവർ ഹലാലായിട്ടുള്ള ബിസിനസ് മാത്രമേ അവർ ചെയ്യൂ. അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആ പ്യുവർ ഹലാൽ ബിസിനസ്സുമായിട്ടാണ് അവർ മുന്നോട്ട് പോയത്. ഇനി മൂന്നാമത്തേത്, മുസ്ലിങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ള ബിസിനസ്സാണത്. മുസ്ലിങ്ങൾക്ക് മാത്രമേ ആ കടയിലെ സ്വർണമുള്ളൂ. അപ്പൊ ഇനി അമുസ്ലിങ്ങൾ വന്നാലോ ഇദ്ദേഹം പറയുമത്രേ, അതായത് നിങ്ങൾക്ക് പറ്റിയ ഫാഷൻ ഒന്നും ഇവിടെ ഇല്ല, ഇവിടെ മുസ്ലിങ്ങൾക്ക് പറ്റിയ ഫാഷൻ മാത്രമേ ഉള്ളൂ. 0% പണിക്കൂലിയായിരുന്നു. പക്ഷേ ഈ കല്യാണ ആവശ്യക്കാരിൽ നിന്നൊക്കെ ഡിപ്പോസിറ്റ് ആണ് എന്ന് പറഞ്ഞ് ലക്ഷങ്ങളും കോടികളും വാങ്ങി കാക്ക മുങ്ങി നടക്കുമായിരുന്നു എന്നതാണ് പ്രധാനം. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ആ രൂപത്തിലുള്ളതാണ്. അതായത് കാക്ക ഹലാൽ സ്വർണം തരാം എന്ന് പറഞ്ഞ് ഏതാണ്ട് 200ഓളം കോടി രൂപ പലരിൽ നിന്നായി, ജീവനക്കാരിൽ നിന്നായി, ജീവനക്കാരെ റെക്കമെൻഡ് ചെയ്യുന്ന ആളുകളിൽ നിന്നായിട്ടൊക്കെ കാക്കയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ കാക്കയുടെ മട്ടും ഭാവവും മാറി. കാക്ക അതും കൊണ്ട് പയ്യെ ചെറിയ ഒരു മുങ്ങലങ്ങ് മുങ്ങി. ഹലാലിന് നല്ല രൂപത്തിൽ പണിയും കിട്ടി. മുമ്പ് വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ മുറിയൻ മൂർച്ചയുള്ള കത്തി കൊണ്ട് കശാപ്പ് ചെയ്യുന്നതാണ് ഹലാൽ എന്ന് പറഞ്ഞിട്ടായിരുന്നു മുഖ്യമന്ത്രി അടക്കം രംഗത്ത് വന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചു, കാണ്ടത്തിന്റെ എവിടെയാണ് വൃത്തിയുള്ള കത്തി കൊണ്ട് അറുക്കുന്നത്? മഞ്ഞപ്പൊടിയില്, ഹലാൽ ടൂറിസത്തില്, ഉണക്കമീനില് തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങൾ ഈ സമൂഹത്തിൽ ഉയർന്നു വന്നു കഴിഞ്ഞ സാഹചര്യത്തില് ആളുകൾക്ക് മനസ്സിലായി എന്താണ് ഹലാൽ. ഇനിയിപ്പോ ഹലാൽ അതാണെങ്കിൽ തന്നെയും നോൺ ഹലാലിന് നിങ്ങൾ എന്തിനാണ് ഇത്രയധികം അട്ടഹാസം ഉണ്ടാക്കുന്നത് എന്ന ചോദ്യവും ഉയർന്നു വന്നു. ഒരു വാർത്ത നിങ്ങൾ കണ്ടോ? അധികം മാധ്യമങ്ങളൊന്നും ഇത്തരം വാർത്തകൾ കൊടുക്കാറില്ല. ഒന്നാമത്തെ കാര്യം, അവരുടെ പരസ്യം പോകും. വലിയ ഫുൾ പേജ്, ഹാഫ് പേജ് പരസ്യങ്ങളിൽ മോഹന വാഗ്ദാനങ്ങൾ. അതായത് ഹലാൽ ജുവലറി ആണല്ലോ ഏറ്റവും കൂടുതൽ മീഡിയ ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ ഒരു ടീംസ് ആണ്. അപ്പൊ നമ്മുടെ ഹലാൽ ജുവലറി അതിനെ വിജയിപ്പിക്കൽ, ഒരു ഹലാൽ ഹോട്ടൽ അതിനെ വിജയിപ്പിക്കൽ ഞമ്മന്റെ ബാധ്യതയല്ലേ? ആ ബാധ്യതയാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ ഏറ്റെടുത്തത്. പ്രമുഖ പത്രങ്ങളുടെയൊക്കെ മുൻ പേജിലടക്കം വലിയ ഫുൾ പേജ്, ഹാഫ് പേജ് പരസ്യങ്ങളിൽ മോഹന വാഗ്ദാനങ്ങൾ. ഒരു ജ്വല്ലറിയുടെ തന്നെ പേര് പല രീതിയിലാക്കി പല സ്ഥാപനങ്ങളാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പരസ്യ വാചകങ്ങളിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്ന പരാതിയാണ് അൽ മുഖ്താദർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ജ്വല്ലറി ഗ്രൂപ്പിനെതിരെ ഇടക്കാലത്ത് ഉയർന്നത്. പക്ഷേ ഒരു മാധ്യമങ്ങളും അത് വാർത്തയാക്കി. ഒരു ഡോക്ടറാണ് അദ്ദേഹം, മൻസൂർ, അദ്ദേഹത്തിന്റെ പേര് അൽ മുഖ്തദാർ എന്നാണ് അദ്ദേഹത്തിന്റെ ജ്വല്ലറിയുടെ പേര്. അദ്ദേഹം ഒരു ഡോക്ടറാണെന്ന് എനിക്കറിയാം. മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എന്താണ് അബ്ദുസലാം മൻസൂർ എന്നോ അങ്ങനെ എന്തോ ആണ് പേര്, മറന്നുപോയി. കാരണം മാധ്യമങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ പരസ്യമാണ് അൽ മുഖ്താദർ ഗ്രൂപ്പ് എന്ന സ്വർണ്ണ വ്യാപാര ശൃംഖല നൽകിയത്. വളരെ പെട്ടെന്ന് വളർന്നു വരുന്ന പല സംരംഭങ്ങളും ഇന്ന് സോഷ്യൽ മീഡിയ പൊളിച്ചടുക്കുന്നുണ്ട്. അതിലൊന്നാണ് മെക്സവൻ. ഹലാൽ ബിസിനസ്സുകൾ, അത്തറ് കടകള് പെട്ടെന്ന് പൊങ്ങി വരുന്ന തെരുവിലാണ് ഇവർ നിൽക്കുക. പിന്നെ രാത്രികളിൽ പ്രവർത്തിക്കുന്ന ജിം സെന്ററുകൾ, ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി വിഷയങ്ങൾ ജൂതന്റെ സോഷ്യൽ മീഡിയ തന്നെ വലിച്ചു കീറിയിട്ടുണ്ട്. ചെറുനഗരങ്ങളിലും അടക്കം നിരവധി ഷോറൂമുകൾ ഇവർ തുറന്നു. പക്ഷേ ഈ ഷോറൂമുകളൊക്കെ തന്നെ തട്ടിക്കൂട്ട് ഷോറൂമുകളായിരുന്നു എന്നാണ് അവിടെ പോയ പല ഉപഭോക്താക്കളും. തന്നെയുമല്ല, വളരെ പെട്ടെന്നാണ് കടകൾ തുറക്കുന്നതെന്നേ. ഒരേ സമയത്ത് 3 ഷോറൂം ഒക്കെയാണ് തുറക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ എങ്ങനെ കാക്കമാരി ഉണക്കത്തീട്ടം വിറ്റാലും ശരി, എങ്ങനെ അത് വാങ്ങിച്ചവരെ വിജയിപ്പിക്കാം എന്ന് ആലോചിക്കുന്ന ഒരു ടീംസ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ കാക്കാക്കൂട്ടത്തിന്റെ ബിസിനസ്സേ അവർക്ക് പറ്റൂ.
അവിടെ ചോദിക്കുമ്പോൾ ആവശ്യത്തിന് സ്വർണ്ണമില്ല, കല്യാണ പാർട്ടിക്കാർ എടുത്തുകൊണ്ട് പോയി നാളെ തരാം, മറ്റന്നാൾ തരാം, അതുപോലെ തന്നെ വിവാഹ ആവശ്യങ്ങൾക്ക് ഡിപ്പോസിറ്റ് സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നേരത്തെ പണം വാങ്ങിക്കൊണ്ട് സ്വർണ്ണം വാഗ്ദാനം ചെയ്യുന്ന നടപടി, ജീവനക്കാരെ ജോലിക്കെടുക്കുന്നതിന് അവരുടെ കയ്യിൽ നിന്ന് അടക്കം ലക്ഷങ്ങളുടെ ഡിപ്പോസിറ്റ് വാങ്ങി എന്ന പരാതിയും ഉയരുന്നു. അങ്ങനെ പല പരാതികൾ ഉയർന്നിട്ടും പല രീതിയിലുള്ള പ്രതിസന്ധികൾ ഈ ജ്വല്ലറികൾ നേരിടുകയാണ് എന്ന് പറഞ്ഞിട്ടും അതൊന്നും വാർത്തയാക്കാതെ അവരുടെ അൽ മുഖ്താദർ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ യഥേഷ്ടം തുടർന്നു. ഇപ്പോൾ ഇതാ ഈ ഗ്രൂപ്പിന്റെ ഉടമ മുങ്ങിയിരിക്കുന്നു. ഏതാണ്ട് 2000 കോടി രൂപയുടെ നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട്, സ്വർണ്ണ നിക്ഷേപം പണമായി സ്വീകരിച്ചുകൊണ്ട് മുങ്ങിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതും മാധ്യമം. ഈ മതേതര രാജ്യത്ത് ഇങ്ങനെ ഒരു മതവിഭാഗത്തെ മാത്രം എന്തുകൊണ്ടാണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് ഇനിയും ചോദിക്കരുത്. ഇതൊക്കെ തന്നെയാണ് കാരണം. ഒന്നും തന്നെ നൽകിയിട്ടില്ല. കാരണം ഇവരുടെ പരസ്യങ്ങൾ യഥേഷ്ടം ഇവർക്ക് നൽകിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് മുഖ്യധാര മാധ്യമങ്ങളൊന്നും തന്നെ ഇവരുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകുന്നില്ല എന്നത് യാഥാർത്ഥ്യം. 0% പണിക്കൂലി, 0% ഇൻവെസ്റ്റ്മെന്റിന്റെ പലിശ തുടങ്ങിയ വാഗ്ദാനങ്ങളാണ് ഇവർ പ്രാഥമികമായി നൽകിയത്. കേരളത്തിലെ സ്വർണ്ണ വ്യാപാരികളുടെ, സ്വർണ്ണ വെള്ളി വ്യാപാരികളുടെ സംഘടന ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് എതിരായിരുന്നു. ഇവർ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ബിസിനസ് കുറയും എന്നുള്ളത് മാത്രമല്ല, ഇത് നിയമവിരുദ്ധമാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നേരത്തെ ഉണ്ടായി. ഇപ്പോൾ ഇതാ ലക്ഷക്കണക്കിന് കോടി രൂപ, 2000 കോടി രൂപ, 2000 കോടി. സത്യത്തിൽ ജീവൻ പണയം വെച്ച് ഈ വിഷയം സമൂഹ മാധ്യമത്തിൽ കൊണ്ടുവന്നത്, സമൂഹ മധ്യത്തിൽ കൊണ്ടുവന്നൊരു ചർച്ചയ്ക്ക് വിധേയമാക്കിയത് ഒരുപക്ഷെ ഷാജനായിരിക്കും. പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് 2000 കോടി രൂപയുമായി ഉടമ മുങ്ങിയിരിക്കുന്നു. ജീവനക്കാരടക്കം പ്രതിസന്ധിയിലായിരിക്കുന്നു. ജീവനക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം പോലും തിരികെ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ നിരവധി ആളുകളിൽ നിന്ന്, ഉപഭോക്താക്കളിൽ നിന്ന് സ്വർണ്ണം തരാമെന്ന് പറഞ്ഞ് മുൻകൂർ പണം കൈപ്പറ്റുകയും അതൊന്നും കൊടുക്കാൻ സാധിക്കാതെ ഉടമ മുങ്ങിയിരിക്കുന്നു. ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ സലാം എന്ന് പറയുന്ന വ്യക്തി മുങ്ങിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇത് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ശക്തമായ വീഴ്ച ഈ ഒരു കാര്യത്തിൽ ഉണ്ടായി. ഈ ഒരു ജ്വല്ലറി ഈ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ 0% പണിക്കൂലി ഏത് ഒരു ഉൽപ്പന്നത്തിനായാലും എന്തെല്ലാം കേൾക്കണമല്ലേ. ഇത് ഹലാൽ സ്വർണ്ണ തട്ടിപ്പ്, പിന്നെ ഇറച്ചി മീനും ഒക്കെ ഒരു പ്രത്യേക ഹലാൽ വിഭാഗം, ഹോട്ടലുകളാണെങ്കിൽ പറയാനുമില്ല. തടി, ഈട്ടി, മാഞ്ചിയം, തേക്ക്, ഹലാൽ ഫർണിച്ചർ, ഹലാൽ തുണിക്കടകൾ, ഹലാൽ ഹോട്ടലുകൾ, എല്ലാത്തിനും ഹലാല് വന്നു. ഇപ്പം അത് മാത്രമല്ല, ഹലാൽ ഫോറിൻ സ്റ്റഡി. നിങ്ങൾക്ക് ഡോക്ടർ ആകണോ, നിങ്ങൾക്ക് എഞ്ചിനീയർ ആകണോ, ഈ ഇസ്ലാമിക സ്ഥാപനത്തിൽ ചേർന്നോ, അവർ നിങ്ങളെ ഫോറൻസിൽ കൊണ്ടുപോയി പഠിപ്പിക്കും. അവരോട് കൂടെ പോയാലേ ഹലാലാകത്തുള്ളൂ കേട്ടോ. പിന്നെ ഒരു സമാധാനമുണ്ട്, ഹജ്ജ് ഉംറ ഗ്രൂപ്പുകളൊന്നും ഇതുവരെ കാഫിറുകൾ തുടങ്ങിയിട്ടില്ല. തുടങ്ങിയാൽ അത് വിജയിക്കാനും പോകുന്നില്ല. ഇവരുടെ മാത്രം കൂടാതെ തന്നെ അത് ആക്രമണമാക്കി മാറ്റുന്നതിന്റെ പണിക്കൂലി വാങ്ങുക എന്നത്. ഇപ്പൊ നമ്മൾ 1 പവന്റെ സ്വർണം വാങ്ങിയാലും ശരി, പണിക്കൂലി, പണിക്കുറവ്, ഈ 2 രൂപത്തിലും നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പൈസ അവർ ഈടാക്കും. 1 പവന്റെ സ്വർണം വാങ്ങിയാൽ എങ്ങനെ പോയാലും ഒരു 2500 രൂപയ്ക്കകത്ത്, ഒരു 2500 മിനിമം, എന്തായാലും 3000-4000 വരെ ആ ഫാഷൻ അനുസരിച്ചിട്ട് പോകും. പണിക്കൂലി നമ്മളിൽ നിന്നും ഈടാക്കും, സംശയമില്ല. സാധാരണമാണ്. അതൊന്നും ഇല്ലാതെ 0% പണിക്കൂലി അല്ലെങ്കിൽ പണിക്കൂലിയെ തരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്ന ഈ ജ്വല്ലറി ഗ്രൂപ്പ്, അതുപോലെ തന്നെ നിരവധി പേരുകൾ, അൽ മുഖ്താദർ മാത്രമല്ല അൽ റഹ്മാൻ തുടങ്ങിയ അൽ ചേർത്തുകൊണ്ട് നിരവധി പേരുകളിൽ ഇവർ കേരളമൊട്ടാകെ ജ്വല്ലറികൾ അല്ലിപ്പോൾ ഒരു പരിധി വരെ ഒരു ബിസിനസ് ടൂളാണ്. ഇതിനെ സംബന്ധിക്കുന്ന വേറൊരു വാർത്ത കൂടി കേട്ടോ. നമസ്കാരം. ചാലയിൽ വസ്ത്രവ്യാപാരം ഒക്കെ നടത്തി ഒരു സുപ്രഭാതത്തിൽ കട പൊട്ടിപ്പോവുകയും അതിനുശേഷം കേരളം ഉൾപ്പെടെ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലും അതുപോലെ തന്നെ വിദേശങ്ങളിലും പൊടുന്നതിനെ ഉയർന്നു വന്ന ഒരു സ്ഥാപനം, ഒരു സ്വർണ്ണ വ്യാപാര സ്ഥാപനമാണ് അൽ മുഖ്താദർ ജ്വല്ലറി. ഈ ജ്വല്ലറി മലദ്വാര ജ്വല്ലറി എന്നും നവമാധ്യമങ്ങളിൽ അൽ മുഖ്താദറിനെ അറിയപ്പെടുന്നുണ്ട്. പണിക്കൂലിയില്ലാതെ എങ്ങനെ സ്വർണം വിൽക്കാൻ കഴിയുമെന്നടക്കം വലിയ സ്വർണ്ണ മുതലാളിമാർ ചോദിക്കുന്നുണ്ട്. അൽ മുഖ്താദർ ഇഡിയുടെയും GSTയുടെയും റഡാറിലാണ് ഇപ്പോൾ. അതിന് കാരണമാണ് നാട്ടുകാരിൽ നിന്നും സ്വരൂപിച്ച് 2000 കോടി രൂപയുമായി ജ്വല്ലറി ഉടമ മുങ്ങിയതായാണ് ആരോപണം. 0% പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുമെന്ന അവകാശവാദത്തോടെ സമീപകാലങ്ങളിൽ പത്രപരസ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. അൽ മുഖ്താദർ ജ്വല്ലറിക്കെതിരെയാണ് ഗുരുതരമായ ആരോപണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സൗജന്യമായ പണിക്കൂലി അഥവാ 0% പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുമെന്ന് പറഞ്ഞ പ്രമുഖ പത്രങ്ങളുടെ മുൻ പേജിൽ തന്നെ പരസ്യങ്ങൾ നൽകി മുസ്ലിം സമുദായത്തിലെ ഒരു ഭാഗം ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വൻതോതിൽ പണം തട്ടിയെടുത്തെന്നാണ് അൽ മുഖ്താദർ ഗ്രൂപ്പിനെതിരായ പരാതി. മുസ്ലിം സമുദായം, ഹിന്ദു സമുദായം, ക്രിസ്ത്യൻ സമുദായം എല്ലാവരെയും പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട്. വിവാഹ ആവശ്യത്തിനടക്കം സ്വർണം നൽകുന്നതിൽ വൻതോതിൽ ഡെപ്പോസിറ്റ് വാങ്ങിച്ചിരുന്നു അൽ മുഖ്താദർ ജ്വല്ലറിയിൽ നിന്നും. സ്വർണം കിട്ടാതായതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഉപഭോക്താക്കൾ. തൊഴിലാളികളെ ഉപയോഗിച്ച് നടത്തിയ വൻ ഡെപ്പോസിറ്റ് ശേഖരണത്തെ തുടർന്ന് ജീവനക്കാരും ഇപ്പോൾ ഉടമയ്ക്കെതിരെ നടപടിക്ക് ഒരുങ്ങുകയാണ്. പരസ്യങ്ങൾ വഴി നിരവധി ആൾക്കാരാണ് തട്ടിപ്പിൽ കുടുങ്ങി കോടികൾ നിക്ഷേപമായി അൽ മുഖ്താദർ നൽകിയിട്ടുള്ളത്. പരിശുദ്ധ നാമങ്ങൾ ദുരുപയോഗം ചെയ്ത് കേരളത്തിലെ സ്വർണ്ണാഭരണ മേഖലയിലേക്ക് ഹവാല പലിശ തട്ടിപ്പുമായി എത്തിയവർ 2000 കോടിയുമായി മുങ്ങിയതായുള്ള സൂചന പങ്കുവയ്ക്കുന്നത് സ്വർണ്ണ വ്യാപാര മേഖലയിലെ വ്യാപാരികളുടെ അസോസിയേഷനായ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ആണ്, അഥവാ AKGSMA.
തുടക്കത്തിൽ തന്നെ തട്ടിപ്പ് തിരിച്ചറിഞ്ഞ് അൽ മുത്താഖിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ ജ്വല്ലറിക്കെതിരെ സ്വർണ്ണ വ്യാപാരിക സംഘടന തന്നെ രംഗത്ത് വന്നു. അതായത് അൽ മുത്താഖിൽ നിന്ന് വാങ്ങിക്കുന്ന സ്വർണ്ണങ്ങൾ ഈ ഓരോ ജ്വല്ലറികളിൽ മാറ്റിയെടുക്കലായിട്ട് തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ പത്രപരസ്യങ്ങളിൽ വൻ പരസ്യം നൽകിയും തട്ടിപ്പിന്റെ ബ്രാൻഡ് അംബാസഡർമാരായിട്ടുള്ള പുരോഹിതന്മാരെയും ഒപ്പം കൂട്ടിയുമാണ് മതവികാരം ദുരുപയോഗം ചെയ്തെന്നാണ് വൻതോതിൽ നിക്ഷേപം നേടിയെടുത്തതെന്നാണ് ഓൾ കേരള ഡയമണ്ട് ആൻഡ് സിൽവർ സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് അബ്ദുൽ നാസർ പറയുന്നത്. സൗജന്യ പണിക്കൂലിൽ നിന്നും സ്വർണ്ണം വിൽക്കുമെന്ന് പറഞ്ഞ പരസ്യം ചെയ്യുന്നതിനെതിരെ അസോസിയേഷൻ എതിർക്കുകയും ഇയാൾക്കെതിരെ നിയമ നടപടി ഉൾപ്പെടെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. തട്ടിപ്പ് രഹസ്യം കണ്ട നിരവധി ഉപഭോക്താക്കളെ വിവാഹ ആവശ്യത്തിന് സ്വർണം വാങ്ങുന്നതിന് ഷോറൂമിലേക്ക് എത്തുമ്പോൾ വൻ തുക ഡെപ്പോസിറ്റായി നൽകിയിരുന്നു. 3, 6, 1 വർഷം എന്നിങ്ങനെ കാലയളവിൽ സ്വർണം നൽകാമെന്ന ഉറപ്പിലാണ് ഇങ്ങനെ ജനങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തത്. അത്തരത്തിൽ പണം നൽകിയവർ ഇപ്പോൾ സ്വർണ്ണമെടുക്കാൻ വരുമ്പോൾ അവർക്ക് സ്വർണം നൽകുന്നില്ല എന്ന് മാത്രമല്ല വലിയ സംഘർഷമാണ് അൽ മുത്താഖിറിന്റെ ഓരോ ഷോറൂമുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. പല ഉപഭോക്താക്കളും കട അടപ്പിക്കാതെ രാത്രി വെളുക്കുവോളം അവിടെ കുത്തിയിരിക്കുന്നതോടെ മറ്റ് ഷോറൂമുകളിൽ നിന്നും സ്വർണം എത്തിച്ച് സത്യാഗ്രഹം ഇരിക്കുന്നവർക്ക് നൽകേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ജീവനക്കാർ. അതായത് ജീവനക്കാരെയും കൂടി അൽ മുത്താഖിർ പറഞ്ഞു പറ്റിച്ചിരിക്കുകയാണ്. കേരളത്തിലെ പല ജില്ലകളിലും ഷോറൂമുകൾ തുടങ്ങി നിരവധി ആൾക്കാരെയാണ് തട്ടിപ്പിന് ഇരയാക്കിയത്. ഓരോ സ്ഥലങ്ങളിലും ഓരോ ബിൽഡിങ്ങുകൾക്ക് വ്യത്യസ്തമായ പേരിലാണ് അൽ മുത്താഖിർ ആരംഭിക്കുന്നത്. കൂടാതെ എവിടെ എന്ത് ഫ്രീ കിട്ടുന്നു അവിടെ നമ്മൾ കമിഴ്ന്നു വീഴും. പക്ഷെ അതിന്റെ പിന്നിലുള്ള തട്ടിപ്പും വെട്ടിപ്പും ഇതുപോലെയുള്ള അനുഭവസ്ഥർ തുറന്നു പറഞ്ഞു കുത്തിയിരിപ്പ് സമരം ചെയ്ത് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കരഞ്ഞു മെഴുകി അപ്പോഴാണ് മനസ്സിലാകുന്നത്. സ്വർണ്ണ വ്യാപാരമായി ഒരു ബന്ധവുമില്ലാതെ സ്വർണ്ണ വ്യാപാരത്തിൽ ഒരു പരിശീലനം പോലും ലഭിച്ചിട്ടില്ലാത്ത പല സ്വർണ്ണ വ്യാപാര ഷോറൂമുകളിൽ പോലും നിന്ന് പണിയെടുത്ത എക്സ്പീരിയൻസ് ഇല്ലാത്ത ജീവനക്കാരെ വലിയൊരു തുകയാക്കി വാഗ്ദാനം നൽകി വാഗ്ദാനം ചെയ്തുകൊണ്ടാണ്. തന്നെയുമല്ല തുടക്കത്തിൽ തന്നെ ഇദ്ദേഹം എടുത്തു വാരി വിളമ്പിയത് എന്തായിരുന്നെന്ന് അറിയാമോ? മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ ബിസിനസ്, ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഫാഷൻസ്, ഇത് പ്യുവർ ഹലാലാണ്, മറ്റുള്ളവർ ഇവിടേക്ക് വരണ്ട, അവർക്ക് ഉതകുന്ന രൂപത്തിലുള്ള ഫാഷൻ ഡിസൈനുകൾ ഇവിടെയില്ല. അതിൽ തന്നെ ആളുകൾക്ക് സംശയം തോന്നി തുടങ്ങി. നന്ദി.